വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഇൻവെൻഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. ഇത് ക്രോക്സിനെ പറ്റി ടൈം മാഗസിൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആ ടൈം മാഗസിൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ഇന്ന് $6.45 ബില്യൺ ആസ്തിയുള്ള ഒരു കമ്പനിയായിട്ട് ക്രോക്സ് വളരുന്നത്. സ്കോട്ട്, ലിൻഡൻ, ജോർജ് ഈ മൂന്ന് ഫ്രണ്ട്സ് ആയിരുന്നിട്ടാണ് ക്രോക്സ് എന്ന് പറഞ്ഞ ആ കമ്പനി ഫൗണ്ട് ചെയ്യുന്നത്. ഒരു ബോട്ട് ട്രിപ്പിന്റെ ഇടയ്ക്കാണ് ഇവർക്ക് ഇതിന്റെ ഒരു ഐഡിയ വരുന്നത്. 2002 ഒരു ബോട്ട് ഷോയിലാണ് ക്രോക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് അവിടെ ഉള്ള ആർക്കും അതിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അന്ന് 200 ഷൂസ് ആണ് അവിടെ സെല്ലായി പോയത്. എങ്ങനെയെന്നല്ലേ, ക്രോക്സിന്റെ ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ഈ രണ്ട് ക്വാളിറ്റീസും ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ക്രോക്സിന്റെ ലോഗോ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ക്രൊക്കോഡൈലാണ്. 2006 ക്രോക്സിന് വലിയൊരു ചേഞ്ച് വരുന്നത്. ഒരു പുതിയ CEO വരെയാണ്, റോൺ ഡിൻസൺ. പുള്ളി വരുന്ന സമയത്ത് ക്രോക്സിന്റെ 2 മോഡൽസ് ആയിരുന്നു. പുള്ളിക്കാരൻ വന്നതിന് ശേഷം 250 മോഡൽസ് ആക്കി. അത് മാത്രമല്ല, ക്രോക്സിന്റെ ഒരു മാർക്കറ്റ് വേറെ ഒരുപാട് രാജ്യങ്ങളിലോട്ടും പുള്ളി വളർത്തിയെടുത്തു. അതിന്റെ കൂടെ തന്നെ ഡിസ്നി, NBA ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് ജൈൻസുമായിട്ട് ക്രോക്സ് ഒരു കൊളാബറേഷനിൽ എത്തുകയും ചെയ്തു. സോ ഇത് ക്രോക്സിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടു. ഇങ്ങനെ ഒരു ഫ്ലോയിൽ പൊക്കൊണ്ടുന്ന ക്രോക്സ് 2008 ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നു. അന്ന് ക്രോക്സ് ഡൗൺ ആവുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ അവർ അതിനെ നല്ല രീതിയിൽ മറികടന്ന് മുമ്പോട്ട് പോയി. സോ അന്ന് അവർ ഉപയോഗിച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് സെലിബ്രിറ്റി കൊളാബറേഷൻസ് ആയിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 2 ഈ കാണുന്ന KFC ക്രോക്സ് കൊളാബറേഷൻ. ഇത് കുറച്ച് വീടാണ് കാണാൻ, പക്ഷെ ഇത് നല്ല രീതിയിൽ പബ്ലിസിറ്റി ക്രോക്സിന് ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേൾഡ് ഫേമസ് സിംഗർ ജസ്റ്റിൻ ബീബറുമായിട്ടുള്ള കൊളാബറേഷൻ ക്രോക്സിന് വലിയൊരു ഗ്രോത്ത് തന്നെയാണ് ഉണ്ടാക്കാൻ സാധിച്ചത്. ഒരു കാലത്ത് ദ അഗ്ലിയ ഷൂസ് എന്നറിയപ്പെടുന്ന ക്രോക്സ് ഇന്ന് ഫാഷൻ വേൾഡിൽ ഒരു സെൻസേഷനാണ്.